ഭൂരിപക്ഷത്തിൻ്റെ സ്വരം നീതിയായി ചിത്രീകരിക്കുന്ന കാലം അത് വളരെ അപകടമാണ്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെ നടന്ന സംഭവത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കാനേ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിന് വേണ്ടി സ്വന്തം നാടും വീടും എല്ലാം വിട്ടെറിഞ്ഞ് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ അവരുടെ കണ്ണുനീരൊപ്പുവാനായി ഇറങ്ങിത്തിരിഞ്ഞ കന്യാസ്ത്രീകളുടെ കണ്ണുനീര് വീഴുമ്പോൾ നഷ്ടപ്പെടുന്നത്, ഇല്ലാതാകുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ മതേതരത്വവും ന്യൂനപക്ഷ സംരക്ഷണവും സ്ത്രീ സുരക്ഷയുമാണ്. പള്ളിമുറ്റത്ത് പുരോഹിതനെ വണ്ടി കയറ്റിക്കൊല്ലാൻ ശ്രമിക്കുമ്പോഴും തിരുവസ്ത്രങ്ങൾ ശൗചാലയങ്ങളിൽ നിന്ന് പെറുക്കിയെടുക്കുമ്പോഴും വിശുദ്ധ ഗ്രന്ഥം കത്തിക്കുമ്പോഴും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളെ ആക്രമിക്കുമ്പോൾ കൂടെ നിൽക്കേണ്ടവർ ഇന്ന് കൂടെ നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വിശ്വാസത്തെ ചിലർ രാഷ്ട്രീയ മുതലെടുപ്പിനായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? ക്രിസ്മസ് ദിവസങ്ങളിൽ അരമനകളിൽ കേക്കുമായി കയറി ഇറങ്ങുമ്പോഴും ക്രിസ്മസ് തലേന്ന് പള്ളിമുറ്റങ്ങളിൽ ക്രിസ്മസ് സന്ദേശവുമായി എത്തുമ്പോഴും ഓർക്കണം, താമര വിരിയുന്നത് ചേറിലാണ്. വർഗീയതയുടെയും ന്യൂനപക്ഷ അടിച്ചമർത്തലിൻ്റെയും ഭൂരിപക്ഷത്തിൻ്റെ അനീതിയുടെയും ചേറിൽ തന്നെ. വചനം ഇപ്രകാരം പറയുന്നു: